പ്രിയ ജി.എസ്.ടി കുടുംബാംഗങ്ങളെ, 2024 ഒക്ടോബർ 1 മുതൽ പുതുതായി അവതരിപ്പിച്ച ഇൻവോയ്സ് മാനേജിംഗ് സിസ്റ്റം അഥവാ IMS കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി IMS അഥവാ ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്നും എന്തിനാണെന്നും നോക്കാം. GST എന്നാൽ സെൽഫ് അസസ്മെൻറ്റ് സിസ്റ്റം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ സ്വയം അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിൽ വരുന്ന തെറ്റാണ് പലരുടെയും വലിയൊരു പ്രശ്നം. അതിന് പരിഹാരമായാണ് IMS സിസ്റ്റം ഇപ്പോൾ GSTയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം തങ്ങൾക്ക് അവകാശപ്പെടാത്ത ITC 2Bയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനും ഒറിജിനൽ മാത്രം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് ഇത് നൽകുന്നത്. 2024 ഒക്ടോബർ 1 മുതലാണ് ഈ സിസ്റ്റം നിലവിൽ വന്നിട്ടുള്ളത്. സ്വീകർത്താക്കൾ അംഗീകരിച്ച ഇൻവോയ്സുകൾ മാത്രമേ അവരുടെ യോഗ്യതയുള്ള ITC ആയി GSTR 2Bയിൽ പ്രതിഫലിക്കുകയുള്ളൂ. അതിനാൽ തന്നെ IMS എന്നത് നികുതിദായകർക്ക് ലഭിച്ച ഇൻവോയ്സുകൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണോ എന്ന് സ്വയം വിശകലനം ചെയ്യാൻ ഇതുമൂലം അവസരം ലഭിക്കുന്നുണ്ട്. വിതരണക്കാരൻ GSTR 1 അല്ലെങ്കിൽ IFF അല്ലെങ്കിൽ 1A ഇവയിൽ ഏതെങ്കിലും ഇൻവോയ്സ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അതേ ഇൻവോയ്സ് സ്വീകർത്താവിൻ്റെ IMF ഡാഷ്ബോർഡിൽ പ്രതിഫലിക്കും. ഇതുമൂലം സ്വീകർത്താവിന് ഒരു ഇൻവോയ്സ് സ്വീകരിക്കാനോ നിരസിക്കാനോ അല്ലെങ്കിൽ അത് സിസ്റ്റത്തിൽ തന്നെ തീർപ്പ് കൽപ്പിക്കാതെ സൂക്ഷിക്കാനോ കഴിയും. IMSലെ ഇൻവോയ്സുകളിൽ തൻ്റെ സ്വീകർത്താവ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് വിതരണക്കാരനും കാണാനാകും. നിലവിലുള്ള കട്ട് ഓഫ് തീയതികളും സ്വീകർത്താവ് സ്വീകരിച്ച നടപടികളും അടിസ്ഥാനമാക്കി തൊട്ടടുത്ത മാസം 14-ന് സ്വീകർത്താവിന് ഒരു ഡ്രാഫ്റ്റ് GSTR 3B ലഭ്യമാവുന്നത് മുതൽ സ്വീകർത്താവിൻ്റെ അനുബന്ധ GSTR 3B ഫയൽ ചെയ്യുന്നവരെയുള്ള കാലയളവിൽ IMSൽ നടപടി സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ IMSലെ ഏതെങ്കിലും ഒരു ഇൻവോയ്സിൽ സ്വീകർത്താവ് നടപടികളൊന്നും എടുക്കുന്നില്ലെങ്കിൽ അത് സ്വീകർത്താവ് സ്വീകരിച്ചതായി കണക്കാക്കുകയും സ്വീകാര്യമായ ഇൻവോയ്സായി GSTR 3Bയിലേക്ക് മാറുകയും ചെയ്യും. അടുത്തതായി വിതരണം ചെയ്ത ഇൻവോയ്സിൽ തിരുത്തൽ വരുത്തിയാൽ എന്ത് സംഭവിക്കുമോ എന്ന് നോക്കാം. വിതരണക്കാരൻ GSTR 1 അല്ലെങ്കിൽ IFF അല്ലെങ്കിൽ GSTR 1A മുഖേന ഫയൽ ചെയ്ത ഏതെങ്കിലും ഇൻവോയ്സിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് IMSൽ പ്രതിഫലിക്കും. പക്ഷേ സ്വീകർത്താവിൻ്റെ GSTR 2Bയിൽ അതിനനുസരിച്ചുള്ള ITC തൊട്ടടുത്ത മാസങ്ങളിൽ മാത്രമേ ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. കൂടാതെ തീർപ്പാക്കാതെ സൂക്ഷിക്കുന്ന ഇൻവോയ്സുകൾ CGST നിയമത്തിലെ സെക്ഷൻ 16 ഉപവകുപ്പ് 4-ൽ നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തീർപ്പാക്കാത്ത പക്ഷം അതിന്മേലുള്ള ITC നഷ്ടപ്പെടുന്നതാണ്. ഇനി ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഇൻവോയ്സുകൾ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാം, അത് എവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ആദ്യമായി സ്വീകർത്താവ് ഒരു നടപടിയും കൈക്കൊള്ളാത്ത ഇൻവോയ്സുകൾ GSTR 2B ജനറേഷൻ സമയത്ത് അംഗീകരിച്ചതായി കണക്കാക്കും. രണ്ടാമതായി അംഗീകരിച്ചവ അഥവാ അക്സെപ്റ്റഡ് ഇവ GSTR 2B ജനറേഷൻ്റെ ഭാഗമായിരിക്കും. ഇത് GSTR 3Bയിലെ എലിജിബിൾ ITC എന്ന ഭാഗത്ത് പ്രതിഫലിക്കും. മൂന്നാമതായി റിജക്റ്റഡ് അഥവാ തിരസ്കരിച്ചവ. ഇങ്ങനെ തിരസ്കരിക്കുന്നത് 2B ജനറേഷനായി പരിഗണിക്കുകയില്ല. കൂടാതെ ഇത് 3Bയിലെ ITCയിലും പ്രതിഫലിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ റിജക്റ്റ് ചെയ്യാവൂ. ഇല്ല എങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ITC നഷ്ടപ്പെടാനും ഇത് കാരണമാകും. നാലാമതായി തീർപ്പ് കൽപ്പിക്കാത്തത് അഥവാ പെൻഡിങ്. ഈ രേഖകൾ GSTR 2B ജനറേഷനായി ആ മാസം പരിഗണിക്കുകയില്ല. എന്നാൽ അടുത്ത മാസങ്ങളിൽ തുടർ നടപടികൾക്കായി IMSൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഇത്തരം ഇൻവോയ്സുകൾ GSTR 3Bയിൽ പ്രതിഫലിക്കുകയുമില്ല. എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇൻവോയ്സുകളിന്മേൽ ക്രെഡിറ്റ് നോട്ടിന്മേലുള്ള ഭേദഗതി, യഥാർത്ഥ ക്രെഡിറ്റ് നോട്ട് സ്വീകർത്താവ് നിരസിച്ചെങ്കിൽ ക്രെഡിറ്റ് നോട്ടിൻ്റെ ഭേദഗതി എന്നിവ അനുവദനീയമല്ല. സമയപരിധിക്കുള്ളിൽ ഇങ്ങനെയുള്ള ഇൻവോയ്സിന്മേൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ITC നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി QRMP സ്കീം വഴി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ IMS എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നോക്കാം. QRMP നികുതിദായകൻ IFF മുഖേന ഫയൽ ചെയ്യുന്ന ഇൻവോയ്സുകൾ സ്വീകർത്താവിന് IMSൽ പ്രതിഫലിക്കും. IMSൽ സ്വീകർത്താവ് എടുത്ത നടപടിക്കനുസരിച്ച് GSTR 2Bയുടെ ഭാഗമാകുകയും പിന്നീട് അത് GSTR 3Bയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. എന്നാൽ QRMP നികുതിദായകർക്ക് എല്ലാ മാസവും ജനറേറ്റ് ചെയ്യില്ല. മറിച്ച് ഒരു QRMP നികുതിദായകനുള്ള GSTR 2B ത്രൈമാസ അടിസ്ഥാനത്തിൽ മാത്രമേ ജനറേറ്റ് ചെയ്യൂ. അവസാനമായി IMSൻ്റെ ഭാഗമാകാത്ത രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
GSTR 5, GSTR 6, ഐസ് ഗേറ്റ് രേഖകൾ, RCM രേഖകൾ, സെക്ഷൻ 16 ഉപവകുപ്പ് 4 വരുന്ന ഇന്നെലിജിബിൾ ITC, പ്ലേസ് ഓഫ് സപ്ലൈ, റൂൾ 37 അക്കൗണ്ടിൽ ITC റിവേഴ്സ് ചെയ്യേണ്ട രേഖകൾ എന്നിവയാണ് IMSന്റെ ഭാഗമാകാത്ത രേഖകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതട്ടെ. നന്ദി, നമസ്കാരം.